വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPIM പ്രവർത്തകർ കരുനാഗപ്പള്ളി നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. തെരുവ് വിളക്കുകൾ പ്രകാശിപ്പിക്കുക, മാലിന്യ നീക്കം ത്വരിതപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. CPIM ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് CPIM പ്രവർത്തകർ കരുനാഗപ്പള്ളി നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത്. തെരുവ് വിളക്കുകൾ പ്രകാശിപ്പിക്കുക, മാലിന്യ നീക്കത്തിലെ അനാസ്ഥ അവസാനിപ്പിക്കുക, ജീവനക്കാർക്ക് നേരെ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ അതിക്രമത്തിൽ അന്വേഷണം നടത്തുക, പദ്ധതി നടത്തിപ്പിലെ വികസന മുരടിപ്പ് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. CPIM ഏരിയ സെക്രട്ടറി A. അനിരുദ്ധൻ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ചരിത്രത്തിന് വിപരീതമായി ആ മാലിന്യ സംസ്കരണ കാര്യത്തിൽ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യം നമ്മുടെ നഗരസഭയിലെ പരിശോധിച്ചാൽ ഇവിടെ സഖാക്കൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നഗരത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലടക്കം മാലിന്യ കൂമ്പാരങ്ങളാണ്. ഓടകൾ പൊട്ടിയൊഴുകുകയാണ്, തെരുവ് വിളക്കുകൾ അടഞ്ഞു കിടക്കുകയാണ്. അതിന്റെ മെയിൻ്റനൻസ്, അതിന്റെ പരിപാലനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഏറ്റവും മാതൃകയായി പ്രവർത്തിക്കേണ്ട ഒരു തദ്ദേശ ഭരണ സ്ഥാപനം എന്ന നിലയിൽ കരുനാഗപ്പള്ളി നഗരസഭ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഡിസംബറിലാണ് തെരഞ്ഞെടുപ്പ് നടന്നതിനെ തുടർന്ന് UDFന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഇവിടെ വന്നത്. ഏതാണ്ട് 6 മാസം പിന്നിട്ടിരിക്കുന്നു. ഈ 6 മാസത്തിനിടയിൽ ജനങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിലും തെരുവ് വിളക്കുകൾ കത്തിക്കുന്ന കാര്യത്തിലും ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കൃത്യമായി നടത്താൻ ലോക്കൽ സെക്രട്ടറി J. ഹരിലാൽ അധ്യക്ഷത വഹിച്ചു. പ്രവീൺ മനക്കൽ, M. സുരേഷ് കുമാർ, NC ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. CPIM ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരസഭയ്ക്ക് മുന്നിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.